ഓഫീസിൽ നിന്ന് ലീവാണ്. അപ്പൊ രാവിലെ പത്തിരി ഇറച്ചി കഴിച്ച് ഞാൻ ഇങ്ങനെ കുറച്ച് പേരുടെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ആരാണ് ഗൈസ്? ആരുമല്ല, എന്റെ ടീം ഓഡിയോസിലെ കുറച്ച് സ്റ്റാഫുകളാണ്. പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ ആരാണ്? നമ്മുടെ മെയിൻ ആയിട്ടുള്ള നന്ദന ദാസുണ്ട്, നമ്മളെ ഷിഫാന കൊണ്ട് ഷിഫാനുണ്ട്, അതുപോലെ തന്നെ നമ്മളെ ഹിബമോളുണ്ട്. അങ്ങനെ എല്ലാവരും വന്നിറക്കാനെത്തി. ഞാൻ ഓട്ടോക്കെ വിളിച്ച് എന്നെ വീട്ടിലോട്ടെത്തി. വന്നപ്പോൾ തന്നെ ഉമ്മനുപ്പനെ കണ്ട് ഹിബ തയ്യോ കൂടുതൽ സലാമൊക്കെ പറഞ്ഞവർ കയറി. എന്നാണ് നാലാമത്തെ കാക്കുവിൻ്റെ വീട്ടിൽ പോയി അവർ നല്ല ചായയും നല്ല കേക്കൊക്കെ ഉണ്ടാക്കി. അവിടുന്ന് ഞങ്ങൾ എന്ത് ചെയ്തു, കൊടുപ്പിച്ചാనికి പോകാൻ വേണ്ടി വണ്ടി റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാവരും അവിടുന്ന് യാത്രയായി ഇറങ്ങി കേട്ടോ. ഇനി ഞങ്ങൾ കൊണ്ടുപോകുന്ന ആരാണ്? ഞങ്ങളുടെ എൻ്റെ ഏട്ടൻ്റെ മൂത്ത മോൻ ഹസ്ബാനാണ്. ഹസ്ബാനും എൻ്റെ നാത്തുവിനും അവന് കാക്കുവിൻ്റെ മോളൊക്കെ ഉണ്ടിട്ട് ഞങ്ങൾ അവിടുന്ന് കാറിൽ എന്ത് ചെയ്തു, ഞങ്ങൾ കൊണ്ടാക്കി വിടാൻ പറഞ്ഞു. ഞങ്ങൾക്ക് ബസ്സൊന്നും ഇല്ലല്ലോ അധികം. അപ്പം ഞങ്ങളെല്ലാവരും ഞങ്ങൾ 4 പേരായിരുന്നു. കാറിൻ്റെ ബാക്കിലായിരുന്നു. ഇരിക്കാനുള്ള സ്ഥലം പിന്നെ തിരക്കിയാണ് ഞങ്ങൾ ഇരിക്കരുത്. പോകുന്ന വഴിയിൽ നല്ല കാടുകളും മലകളും തെങ്ങിൻ തോപ്പുകളൊക്കെയാണ് കേട്ടോ. നിങ്ങൾക്ക് എന്നെ കാണാൻ അടിപൊളിയായിട്ടില്ലേ? നല്ലൊരു എന്താ പറയുക ആംബിയൻസ് ഒക്കെ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിയാണ്. അങ്ങനെ ഏകദേശം ഞങ്ങൾ കുത്തിച്ചാലിന് മൈനാമ്പാടത്ത് എത്തി. അവിടെ ബോർഡർ കടന്ന് പോവുകയാണ്. പോകുന്ന വഴിയിൽ വീണ്ടും ഞങ്ങൾ എന്തെങ്കിലും കുറേ പൈനാപ്പിൾ തോട്ടങ്ങൾ ഉണ്ടിട്ട് ഗൈസ് ഞാൻ പറയാൻ മറന്നതാണ്. അങ്ങനെ ഇടയിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ കുറേ കാടുകൾ. അങ്ങനെ ഞങ്ങൾ കുത്തിച്ചാൽ എത്തിയിട്ട് കുത്തിച്ചാൽ എത്തുന്നതിൻ്റെ മുന്നേ കുറച്ച് പൊട്ടി പോലത്തെ കുറച്ച് വെള്ളച്ചാട്ടങ്ങളും കാര്യങ്ങളൊക്കെ എടുത്താൽ. അപ്പോൾ അവിടെ പോയി കുറച്ച് നേരം നിന്ന് നല്ല തണുപ്പ്, നല്ല കാറ്റ്, എന്താ പറയുക, നല്ല കിളികളെ സൗണ്ടുകൾ, വെള്ളത്തിൻ്റെയൊക്കെ സൗണ്ട് ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ വെള്ളം തിരിച്ചു വന്ന് ഞങ്ങൾ കുളിപ്പിച്ചാൽ പോയി കാണാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പോകുന്ന വഴിയിൽ നിറച്ച് ചാമ്പക്ക. ഓക്കെ, നല്ല റെഡ് കളറുള്ള ചാമ്പക്ക കണ്ടാൽ പിന്നെ ഷിഫാനി പിന്നെ എന്തെങ്കിലും വെറുതെ ഇരിക്കുമല്ലോ കേസ്. അവർ മൊത്തത്തിൽ പറിക്കാനും പിന്നെ നിലത്ത് കുറേ വീണതൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ഞങ്ങൾ പറിച്ചു. അപ്പം നിറച്ച് ഉറുമ്പുകളായിരുന്നു അതിൽ. ഷിഫാനെ ഊതി ഉറുമ്പിനെ കളഞ്ഞത്. അങ്ങനെ കേസ് അവന് കുറേ ചാമ്പക്കൊക്കെ പറിക്കുക നോക്കുന്ന സമയത്ത് നന്ദന എനിക്ക് മുകളിൽ മിസ്സിനെ കുറേ ചാമ്പക്ക ഉണ്ട്, ഫോട്ടോ എടുത്തോന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ വീഡിയോസ് അവിടെ എടുത്തു. അങ്ങനെ ഞങ്ങൾ അവിടെ എന്ത് ചെയ്തു, അവിടെ നിന്ന് അങ്ങനെ പോകുന്നു. ഇനി ഞങ്ങൾ കൊടുത്തിച്ചാലക്ക് എപ്പോഴും എത്തിയിട്ടില്ല കേട്ടോ ഗ്യാസ് ഞങ്ങളെപ്പോഴും. പക്ഷെ കൊടുത്തിച്ചാലക്ക് എത്തുന്നതിന് മുന്നേ കുറേ ഇങ്ങനത്തെ പോലുള്ള കുറേ പൊട്ടികളൊക്കെ ഉണ്ട്. ഏകദേശം എന്തായാലും കൊടുത്തിച്ചാലിൻ്റെ ഒരു സൈഡ് വേറൊരു വശം എത്തിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ അവിടെ കുറച്ച് നിന്നു. അവിടെ ഇതേപോലെ ചെറിയ അരുവി പോലെ ഇങ്ങനെ എന്താണ് കുറേ കല്ലുകളും പാറക്കെട്ടുകളും ഒക്കെ വന്നിട്ട് നല്ല നല്ല തണുത്ത വെള്ളം ഗൈസ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല, വെള്ളത്തിൻ്റെ അടിയിലുള്ള കല്ലുകളൊക്കെ നല്ല വെള്ള കളറിൽ നമുക്ക് അത്രയും പ്യുവറായിട്ടാണ് കാണാൻ പറ്റുന്നത്. കാരണം സൈലന്റ് വാലിയിൽ വരുന്ന ആ തണുത്ത വെള്ളമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കൊടുത്തിച്ചാലേക്ക് എത്തണമല്ലോ. ചെറിയ പാറക്കെട്ടുകളും ചെറിയ എന്താ പറയുക തോടുകൾ കടന്ന് വേണം ഈ കൊടുത്തിച്ചാലിക്ക് എത്താൻ കേട്ടോ. അപ്പം കൊടുത്തിച്ചാലിന് ഒരുപാട് ഭാഗങ്ങളുണ്ട്. കണ്ട വലിയ വലിയ കല്ലുകളായി കല്ലുകളൊക്കെ കഴിഞ്ഞിട്ട് വേണം തേച്ച് നമുക്ക് അവിടെ എത്തിപ്പെടാൻ. കാരണം നമ്മുടെ സൺഡേ അല്ലെങ്കിൽ സാറ്റർഡേക്ക് ആളുകൾ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് പ്ലേസുകളൊക്കെയാണത് ഈ കൊടുത്തിച്ചാലെന്ന് പറയുന്നത്. ഒരുപാട് മരണങ്ങളും ഒരുപാട് കപ്പിൾസ് അവിടെ കാണാൻ വേണ്ടി വന്നിട്ട് മരിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ആളോട് വല്ലാതെ ഇങ്ങോട്ട് മഴക്കാല സീസണിൽ പ്രത്യേകം കണ്ട് അടുപ്പിക്കില്ല. എന്നാലും ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിച്ചേർന്നു കേട്ടോ. കൊടുത്തിച്ചാലിൻ്റെ ഒരു സൈഡാണിത്. ഇനിയുണ്ട് വലിയ നല്ല വെള്ളം വരുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നോക്ക് ഗൈസ് എന്ത് രസം നോക്ക്. ഇത്ര കാലങ്ങളായി വർഷങ്ങളായി എങ്കിലും ഇതിൻ്റെ അടിയിലുള്ള കല്ലുകളുടെ ആ നിറവും ആ വെള്ളത്തിൻ്റെ ഒരു ഭംഗിയൊന്ന് നോക്ക് നിങ്ങൾ. അവിടെ നിന്നിട്ട് ഞാൻ കുറേ സംസാരിച്ച് കുറേ നല്ല എന്താ പറയുക ആ മലകളും സൈലന്റ് വാലിയും നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ആ സൈലന്റ് വാലികളുടെ ആ മലകളും അവിടെ നിന്ന് വരുന്ന വെള്ളത്തിൻ്റെ ഒഴുക്കുകൾ കാണാൻ എന്ത് രസമല്ല. നമ്മളിങ്ങനെ സിനിമാറ്റിക് ഇങ്ങനെ റീൽസിലൊക്കെ കാണുന്നതിനേക്കാൾ ഇത്ര മനോഹരമായിട്ടുള്ള വെള്ളം അറിയും. അവിടെ വെള്ളത്തിൽ ഞങ്ങൾ ഇറങ്ങി നല്ല വെള്ളത്തിലുണ്ട്. പക്ഷെ ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ കാലും കയ്യും ഇങ്ങനെ വെള്ളത്തിനകത്ത് ഇങ്ങനെ കുറച്ചിങ്ങനെ എൻജോയ് ചെയ്തു ഞങ്ങൾ. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, ഓറഞ്ചിനല്ലേ നമുക്ക് പോകണമല്ലോ. ഓറഞ്ചിങ്ങനെ വെള്ളച്ചാട്ടത്തിലോട്ട് കൊടുത്തിച്ചാലിൻ്റെ ആ ഒരു വെർജിൻ വാലി അങ്ങനെ കാണാനൊരു ത്വരതിയിലാണ് ഞങ്ങൾ എല്ലാവരും ഇവിടെ പോകുന്നത്. അങ്ങനെ വീണ്ടും ഞങ്ങൾ എന്താ പറയുക വെർജിൻ വാലി കാണാൻ വേണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. പക്ഷേ ഗൈസ് കുറേ പേര് മലിനാക്കുന്നുണ്ട്. കാരണം ഫുഡ് കൊടുന്ന പ്ലാസ്റ്റിക് ഇട്ടിട്ട് അത് വേസ്റ്റ് ആക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നല്ല കർശനായി നിയന്ത്രിച്ചിട്ടുണ്ട്. അങ്ങനെ പോകുന്ന വഴിയിൽ ഇപ്പോൾ അവിടെ ഒരു എന്താ പറയുക സ്റ്റേ ചെയ്യാനുള്ള ഒരു സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഗൈസ് അവിടെ. അങ്ങനെ ഞങ്ങൾ മെയിനായിട്ട് എന്താ മെയിൻ കൊടുത്തിച്ചാൽ നമ്മൾ വെർജിൻ വാലിൻ്റെ ആ ഉത്ഭവം കാണാൻ വേണ്ടിയിട്ട് ഗൈസ് ഞങ്ങൾ പോവാണ്. ഭയങ്കര സന്തോഷത്തിൻ്റെ വേണ്ടിയിട്ടാണ് പോകുന്ന വഴിയിലൊക്കെ നല്ല തണുത്ത കാറ്റ് അല്ലെങ്കിൽ തണുത്തൊരു ക്ലൈമാറ്റാണ്. കാരണം പുഴവക്കത്തെ എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെയാണല്ലോ. പ്രത്യേകിച്ച് ഇതൊരു വെള്ളച്ചാട്ടം പോലെയാണ് കേട്ടോ. എന്നൊരു എന്താ പറയുക കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും പോരാൻ കഴിയില്ല ഗൈസ്. അങ്ങനെ കുത്തിച്ചാലിൽ എത്തിക്കഴിഞ്ഞു. ഇവിടെ പണ്ട് പുനിയൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഗൈസ്. പുനി ഇറങ്ങിയൊരു സ്ഥലം കൂടിയാണ്. കഴിഞ്ഞ സീസണിൽ ഇങ്ങനെ വെള്ളപ്പൊക്കത്തിലും അങ്ങനെയുള്ള സമയത്ത് വലിയ മരത്തടികൾ വന്നു വീണ ഒരു പ്ലേസും കൂടി കാണാൻ പറ്റും. വലിയ വലിയ മരത്തടികൾ കേട്ടോ.
ഈ വെള്ളം നമ്മുടെ എഴുതി വെച്ചിട്ടുണ്ട് വെർജിൻ വാലി കേസ്. എങ്ങനെ വെർജിൻ വാലി എത്തിയിട്ടോ കേസ്? അപ്പം നല്ല വെള്ളമാണ്, നല്ല പ്യൂവർ ആയിട്ടുള്ള വെള്ളം കേസ്. നിങ്ങൾ നോക്ക്, സേനന്റെ വാലി ആ മലകളിൽ നിന്ന് വരുന്ന വെള്ളമാണ്. വലിയ വലിയ പാറക്കെട്ടുകളാണ്. നമ്മൾ കണ്ടോ, മുകളിൽ നിന്ന് മലയിൽ നിന്ന് വരുന്ന വെള്ളം അത്രയും പ്യൂവറാണ് കേട്ടോ. നല്ല ക്ലൈമറ്റ്, നല്ല തണുപ്പ്, നല്ലൊരു ഏരിയയാണ്. എത്ര വന്നാലും നമുക്ക് വന്നു കഴിഞ്ഞാലും പോകാൻ തോന്നില്ല കേസ്. ഇത് വേണ്ട കേസ്, കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിൽ വന്ന ഉരുൾപൊട്ടൽ വന്നിട്ടുള്ള തടികളാണ്, അവന് വലിയ മരങ്ങളുടെ തടികളാണ് കേട്ടോ. പിന്നെ കേസ് ഞാൻ അവിടെ അധികം നിന്നൊക്കെ തിരിച്ചു പോരാൻ നിൽക്കുകയാണ്. അപ്പോഴാണ് നമ്മൾ ചെറുതീനിന്റെ കൂടുകളൊക്കെ, ചെറുതീൻ ഉണ്ടാക്കുന്ന കുറേ സ്ഥലങ്ങൾ കണ്ടത്. ബാക്കി വീഡിയോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ ബൈ.